കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദത്തിൽ നേതാക്കളുടെ സസ്പെൻഷൻ പിൻവലിച്ച് DCC. KPCC സമിതി നിർദ്ദേശത്തെ തുടർന്നാണ് 8 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധിച്ചവരെ DCC സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ നസീബ് സുലൈമാനാണ് പിടിയിലായത്. നസീബിന്റെ പക്കൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് പിടികൂടി. മുൻപും 2 തവണ കഞ്ചാവ് കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട്. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, യൂത്ത് കോൺഗ്രസ് നേതാവാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത്. പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP സംസ്ഥാന വ്യാപകമായി ഈ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും പിടികൂടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കഞ്ചാവുമായി പിടിയിലാകുന്നത്. 300 ഗ്രാം കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ നസീബ് സുലൈമാനാണ് പിടിയിലായത്. മുൻപും 2 തവണ ഇയാള് കഞ്ചാവുമായി പിടിയിലായിരുന്നു. ഇതോടുകൂടി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാള്. അങ്ങനെയാണ് ഇന്ന് നസീബിന്റെ കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാണ് നസീബ് സുലൈമാൻ. പ്രതിയെ നേരത്തെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മുൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിച്ച വ്യക്തിയാണ് ഈ നസീബ് സുലൈമാൻ. എന്തായാലും ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. നേരത്തെ 2 തവണ കഞ്ചാവ് കേസിൽ ഇയാൾ പ്രതി ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് കൈവശം വെക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു എക്സൈസ് ഇയാളെ നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തത്. 300 ഗ്രാം കഞ്ചാവുമായി ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹിത്വം വഹിച്ച സജീവ പ്രവർത്തകനായ ഒരാൾ തന്നെയാണ് ഈ കഞ്ചാവ് കേസ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.